വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 8-9 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് കൈവച്ച് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവുള്ള മുളക് പൊടിക്ക് പകരം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാളയും തക്കാളിയും ഒന്നും വഴറ്റാതെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ചിക്കൻ വേവുന്നതിനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ മിക്സി ജാറ് ഒന്ന് കഴുകിയിട്ട് അല്പം 1 ടീസ്പൂണോളം വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു ഫുള്ളായിട്ടുള്ള ഒരു വിസിലും രണ്ടാമത്തെ വിസിൽ വരുന്നതിന് അല്പം മുമ്പാണ് കുക്കർ ഓഫ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആവിയൊക്കെ പോയതിന് ശേഷമാണ് കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയും ഇതിലുണ്ട് കേട്ടോ. ഇതിനി ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്നും കൂടി കുറുക്കിയെടുക്കാം. ഇതിൽ ഉപ്പ് അല്പം കുറവായിരുന്നേ, അതുകൊണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു തുള്ളി ഓയിൽ ഇല്ലാതെയാണ് ഈ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നത്. ഓയിലിൽ നമ്മൾ വാട്ടിയെടുക്കുന്നതിനേക്കാളും ഒരു പിടി ടേസ്റ്റ് മുമ്പിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ കറി പൊറാട്ട, ചപ്പാത്തി, പൂരി എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ചാറയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് കോരി ഒഴിച്ചു മാറ്റാം. ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.